നമസ്കാരം. റേക്കി ശാക്തെ. ഈ റേക്കിയിൽ നമ്മൾ കൈകൾ ഉപയോഗിച്ച് ചികിത്സിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തന വൈദഗ്ധ്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. റേക്കി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി, പ്രപഞ്ച ജീവശക്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാധാനന്മാർ കൈവെള്ളകളിലൂടെ വന്നിട്ട് രോഗഭാഗത്തേക്ക് പ്രവഹിക്കുമ്പോൾ സൂക്ഷ്മദേഹത്ത് നിന്ന് അത് വിമലീകരിക്കപ്പെട്ട് ഫിസിക്കൽ ബോഡി സുഖം പ്രാപിക്കുന്ന ഒരു ഹാൻഡ്സ് ഓൺ ടെക്നിക്സാണ് റേക്കി ചികിത്സാ രീതി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെസ്മർ തൻ്റെ കൈകൾ ഉപയോഗിച്ച് സീപ്പിംഗ് പാസുകൾ നടത്തിയിരുന്നു. ഇവയെ മെസ്മറിക് പാസുകൾ എന്ന് വിളിച്ചിരുന്നു. അവയെ മാഗ്നറ്റിക് പാസുകളെന്നും ഹീലിംഗ് പാസുകളെന്നും പറയാറുണ്ട്. പുരാതന ഹവായൻ ഗോത്രവർഗക്കാർ ഈ പാസുകൾ, ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് അവലംബിച്ചിരുന്നത് അവർ അധികം പേരും തന്നെ രോഗശാന്തിക്കാരായിരുന്നു. മാലിന്യങ്ങളിലെ പ്രഭാവലയം ശുദ്ധീകരിക്കാൻ, ഏത് വസ്തുവിനും ഒരു പ്രഭാവലയമുണ്ട്. ആ വസ്തുവിൻ്റെ പ്രഭാവലയത്തിൽ വന്നു ചേർന്നിട്ടുള്ള മാലിന്യങ്ങളെ നിമഗ്നം ചെയ്ത് മാറ്റിക്കളയുന്നതിന് ഈ ഹാൻഡ് പാസുകൾ ഹവായിയൻ ഗോത്രവർഗ സമൂഹം വളരെ സജീവമായി ഉപയോഗിച്ചിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള പാസുകളാണ് മെസ്മറും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൈകൾ ഉപയോഗിച്ചുള്ള ഈ പാസുകളിൽ ഒരു ഊർജ കൈമാറ്റം ഉൾപ്പെട്ടിരുന്നുവെന്ന് നമുക്കറിയാം. നമ്മളുടെ കൈകൾ പാസ് ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ ഊർജം കൊണ്ട് പാസ് ചെയ്യുമ്പോൾ ആണ് അത് ഊർജമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഊർജ കൈമാറ്റം മനസ്സിനെയും കൈകളെയും ഉൾക്കൊള്ളുന്നു. അതായത് മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഊർജത്തിൻ്റെ കൈമാറ്റം സംജാതമാകുന്നത്. മനസ്സാണ് ഊർജത്തെ കൈമാറ്റത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മനസ്സും ഈ കൈകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേക്കി ചികിത്സയിൽ. നിങ്ങളുടെ വലത് കൈയുടെ വിരലുകൾ, അപ്പോൾ ഈ വിരലുകൾ ഇടത് കൈയുടെ കൈപ്പത്തിയിലേക്ക് നമ്മളിങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലുകൾ നിങ്ങളുടെ ഒരടി അകലത്തിൽ നമ്മൾ പിടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടില്ല. ഇപ്പോൾ നിങ്ങളുടെ വലത് കൈയുടെ വിരലുകൾ താഴേക്ക് ചലിപ്പിക്കുക, പിന്നെ മുകളിലേക്ക് ചലിപ്പിക്കുക, അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് നോക്കുക ഈ ഇടത്തെ കൈപ്പത്തിയിൽ. ഇത് നിങ്ങളുടെ ഇടത് കൈപ്പത്തിയിലേക്ക് ചൂണ്ടിക്കഴിയുമ്പോൾ ഈ ഫാൻ കറങ്ങുന്ന ആ ലീഫ് അത് നിൽക്കും കയ്യിലുള്ള. അങ്ങനെ അവയെ പതുക്കെ നീക്കി നിങ്ങളുടെ ഈ കൈപ്പത്തി മുകളിലേക്കും താഴേക്കും പോകുന്നു. എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തും, ഒരു ഊർജത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു മാഗ്നറ്റിക്, ഒരു പുള്ളിങ് ഓർ പുഷിങ് സെൻസേഷൻ ആയിരിക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്നത്. ഇതിന് HSP എന്നാണ് പറയുന്നത്, ഹ്യൂമൻ സെൻസറി പെർസെപ്ഷൻ. അപ്പോൾ ചൂടോ വായുവോ പോലെ തോന്നും, പക്ഷേ അത് രണ്ടും ആയിരിക്കില്ല നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഊർജമായിട്ടാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ രോഗശാന്തി പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന അതേ ഊർജം പല ശാസ്ത്രജ്ഞരും ഈ ഊർജത്തെ സൈക്കോട്രോണിക് എനർജി എന്നാണ് വിളിക്കാൻ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഹീലിംഗ് രീതിയിൽ ഈ ഊർജത്തിൻ്റെ ഉപയോഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൈകൾ കൊണ്ട് പാസുകൾ ഉപയോഗിച്ച്, ഹോമിയോപ്പതിയിലും ഇതിങ്ങനെ ചെയ്യാറുണ്ട്, പ്രയോഗിക്കുന്ന ഒരു ഭൗതിക ഊർജം. എന്നിരുന്നാലും മനസ്സ് ഈ ഊർജത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അത് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സൊരു വിശ്രമാവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ആൽഫ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടാതെ സുഖപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും കൂടി, ആഗ്രഹത്തോടെ പ്രശ്നത്തെ നമ്മൾ ശ്രദ്ധാപൂർവം കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ഹാൻഡ് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ, അതായത് രോഗവിഷയത്തിൽ ഉടനടി ഉണ്ടാകുന്ന ഫലം ഒരു അനസ്തെറ്റിക്കാണ്. വേദന പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. എന്നാൽ മറ്റൊരു പ്രതിഭാസവും കണ്ടെത്തി. പ്രദേശത്തിൻ്റെ ഭാഗത്ത് ഉണക്കൽ അനുഭവപ്പെടുന്നു. അതായത് ഡ്രൈനെസ് ആയിട്ടുള്ള ഒരു ഭാഗം, ഇതായി ഉണങ്ങൽ നടക്കുന്നതായിട്ട് തോന്നുന്നതായിട്ട്. അവിടെ മുറിവുകൾക്ക് അണുബാധ ഉണ്ടാകുന്നില്ല. ആ ഭാഗത്ത് മുറിവാണെങ്കിൽ അവിടെ ഹീലിംഗ് ആയി കരിഞ്ഞുണങ്ങും. മിക്കാവ് ഉസോയി ആദ്യമായിട്ട് തൻ്റെ വിരൽ മുറിഞ്ഞപ്പോൾ അവിടെ കൈ വെച്ചപ്പോഴാണ്
റേക്കി ആ എനർജി ഫ്ലോ ചെയ്ത് അത് ഹീലിംഗ് ആയി മുറിവ് ഉണങ്ങി തത്സമയം തന്നെ. അതായിരുന്നു റേക്കിയുടെ ഒരു ആദ്യത്തെ മിറക്കിള്. അടിസ്ഥാനമായിട്ട് ഈ രോഗശാന്തിയിലെ നടപടിക്രമം, അതായത് ഈ വിഷയം ഒരു ഇരിക്കുകയോ കിടക്കുകയോ തിരശ്ചീന സ്ഥാനത്ത് ഇരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് ഈ പാസിങ്ങിലൂടെ രോഗം ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അത് അടച്ച് വളരെ ഏകാഗ്രമായിട്ട് സൂക്ഷിച്ചു നോക്കി രോഗശാന്തിക്കാരനായ നിങ്ങൾ ആൽഫ ലെവലിലേക്ക് പോകും. ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 7 to 14 7 മുതൽ 14 സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 14-21 സെക്കൻഡിലാണ്. ഇതിന് സൈക്കിൾസ് പെർ സെക്കൻഡിലാണ്. ഇതിനെ ബീറ്റ കോൺഷ്യസ് ലെവൽ എന്നാണ് പറയുന്നത്. അതിനെ ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് ആൽഫയിലേക്ക് വരിക, ഒരു പാരഡൈം ഷിഫ്റ്റിങ്. ആൽഫയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഊർജം കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ രോഗശാന്തിക്കുള്ള ആഗ്രഹം മാനസികമായി പ്രകടിപ്പിക്കാൻ നിങ്ങളിലേക്ക് ഒരു പുതിയ ഉത്തേജനവും കൂടി ആൽഫയിലേക്ക് വരുമ്പോൾ സംജാതകമാകുന്നു. അപ്പോൾ രോഗശാന്തിക്കാരൻ ഈ രോഗിയുടെ തല മുതൽ കാൽ വിരലുകൾ വരെ ഇങ്ങനെ പാസ് ചെയ്ത് ഒരു സീപ്പിംഗ് പാസുകൾ നടത്തുന്നു. ഈ രോഗിയുടെ മുഴുവൻ ശരീരവും ഈ സീപ്പിംഗ് പാസുകൾക്ക് വിധേയമാകുമ്പോൾ ഈ രോഗശാന്തിക്കാരൻ തൻ്റെ കൈകൾ കുറച്ച് അകലത്തിലായിട്ട് വയ്ക്കുന്നു. ഒരു 2 ഇഞ്ച് അകലത്തിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ പാസിങ് പെട്ടെന്ന് നമുക്ക് സ്മൂത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രോഗിയുടെ തലയിൽ നിന്ന് നമ്മൾ പാസ് ചെയ്ത് വരുമ്പോൾ ഒരു കൈ നെറ്റിക്ക് മുകളിലും ഒരു കൈ തലയുടെ പിൻഭാഗത്തും വയ്ക്കുക. ഒന്നല്ലെങ്കിൽ ടച്ച് ചെയ്യുക, ഇത് ടച്ച് ചെയ്യാതെ വയ്ക്കുക. അങ്ങനെ ഈ രോഗശാന്തിക്കാരൻ കൈകളുടെ സ്ഥാനം ഈ രോഗിയുടെ തലയുടെ വശങ്ങളിലേക്ക് പിന്നെ മാറ്റുന്നു. പിന്നെ രോഗശാന്തിക്കാരൻ തൻ്റെ കൈകൾ മുകളിലെ നെഞ്ചിലും പിറകിലും വയ്ക്കുന്നു. ഈ മാനസിക രോഗശാന്തി ചിന്തകളെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഒരു പ്രാദേശിക ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ഹാർട്ട് ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് നമുക്ക് ഈ പാസിങ്ങിലൂടെ തന്നെ നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൈകൾ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത്, അത് ഹാർട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുകയും പിൻഭാഗത്തും പുറകിലുമായിട്ട് വയ്ക്കുകയും ഈ രോഗശാന്തിക്കാരൻ മാനസികമായി അവിടെ ഡിക്ലറേഷൻ സംജാതമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ ബ്ലോക്ക് വരെ അവിടെ നിന്ന് മാറുന്നതാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1984 ഏപ്രിലിൽ സയൻസ് ഡൈജസ്റ്റ് എന്ന മാഗസിൻ ദി മൈൻഡ് ആൻഡ് ഹീലർ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ലളിതമായ ചിന്തകൾക്ക് ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കൂടാതെ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഹെൽത്ത്, ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ തുടങ്ങിയ സംഘടനകളിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും നടത്തിയ പ്രവർത്തനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹീലിംഗ് പാസിനെ കുറിച്ച്. അപ്പോൾ മാനസിക സമ്മർദ്ദവും രോഗപ്രതിരോധത്തിൻ്റെ സംവിധാനത്തിൻ്റെ ബലഹീനതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുക, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രതികരണം സജീവമാക്കുന്നതിൽ പോസിറ്റീവ് മാനസിക ഇമേജറിയുടെ പങ്ക് പര്യവേഷണം ചെയ്യുക എന്നിവയായിരുന്നു ഇവരുടെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ശാസ്ത്ര സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ നിർണായകമായിരുന്നില്ല. ലളിതമായ മനസ്സിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് നാം അവയുടെ ഫലങ്ങൾക്കായി കാത്തിരിക്കേണ്ടതുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും ശാസ്ത്രവൈദ്യ സമൂഹങ്ങളുടെ പൂർണ്ണമായ ധാരണയും പൂർണ്ണ സ്വീകാര്യതയും ആവശ്യപ്പെടാതെ തന്നെ സ്വയം നന്നായി നമുക്ക് ശക്തിയെ നമ്മളുടെ കൈകളിലേക്ക് തന്നെ നിർമ്മിക്കാനും നിലനിർത്താനും മനസ്സ് ഉപയോഗിക്കാൻ തുടങ്ങാൻ അതിനെ സംജാതമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മികച്ച രോഗശാന്തിക്കാരനായിട്ട് മാറാൻ സാധിക്കും, ഹീലറായിട്ട് മാറാൻ സാധിക്കും. അതേസമയം പോസിറ്റീവ് മാനസിക ഇമേജറി ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ശാസ്ത്രീയ വിശദീകരണം നൽകാൻ നമുക്ക് കഴിയും. മനുഷ്യ ശരീരം ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ഊർജം വികിരണം ചെയ്യുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഊർജ മണ്ഡലങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യത്തിനും ആത്മനിഷ്ഠമായ മാനത്തിൽ, അതായത് ബോധത്തിൽ ഒരു പ്രതിരൂപമുണ്ട്. അപ്പോൾ ഒരു വസ്തുക്കളുടെ വികിരണം ആത്മനിഷ്ഠമായ മാനങ്ങളിൽ വൈദ്യുത കാന്തിക രാസ ഊർജവുമായി സംവദിക്കുന്നു എന്നുള്ളതാണ്.
ഈ പ്രതിബിംബം. അപ്പോൾ മനുഷ്യർ വസ്തുനിഷ്ഠമായ, അതായത് സെക്കൻഡിൽ 20 സൈക്കിൾ പെർ സെക്കൻഡ് വരെ ഈ ബീറ്റ കോൺഷ്യസ് ലെവൽ ആ മാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യചിന്തകൾ വസ്തുനിഷ്ഠമായ വികിരണത്തെ മാത്രം മോഡുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യർ ഉപതലച്ചോറിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രവർത്തിക്കുമ്പോൾ ഫീൽഡിൻ്റെ മോഡുലേഷനിൽ, അതായത് 10 സൈക്കിളിന് താഴേക്ക് വരുന്നു, 7-10 ഇടയിലേക്ക് വരുന്നു ഈ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ആൽഫയിലേക്ക്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രകാശവികിരണം, ഈ മനുഷ്യ പ്രഭാവലയം എന്നിവയാൽ മാറ്റാൻ കഴിയുന്ന ഒരു വ്യത്യസ്ത ഫീൽഡിനെ ആനിമേറ്റ് ദ്രവ്യം പ്രസരിപ്പിക്കുന്നതായിട്ട് അവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഈ ആൽഫയുമായുള്ള വിദൂര ഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദ്രവ്യത്തെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തോടെ മനുഷ്യർ വസ്തുനിഷ്ഠമായ മാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു നിശ്ചിത പരിധി ദൂരത്തിനുള്ളിൽ നിർജീവവും ജീവജാലവുമായ ദ്രവ്യത്തെ സ്വാധീനിക്കാൻ മനുഷ്യർക്ക് കഴിയും. അപ്പോൾ ദ്രവ്യത്തെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തോടെ മനുഷ്യർ ആത്മനിഷ്ഠമായ അല്ലെങ്കിൽ വ്യക്തതയുള്ള അളവിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു നിശ്ചിത പരിമിതമായ ദൂരത്തിനുള്ളിൽ നിർജീവ ദ്രവ്യത്തെ വരെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ പരിധിയില്ലാത്ത ദൂരത്തേക്ക് ദ്രവ്യത്തെ സ്വാധീനിക്കാനും ഈ മനുഷ്യർക്ക് കഴിയും എന്നുള്ളതാണ്. മനുഷ്യ ശരീരം ഒരു ഫ്രീക്വൻസി ഡിവൈഡറായും ഫ്രീക്വൻസി ഗുണിതമായും പ്രവർത്തിക്കുന്നു ആ സമയത്ത്. അപ്പോൾ തലച്ചോറ് ഏത് ആവൃത്തിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് പരിഗണിക്കാതെ തന്നെ സെക്കൻഡിൽ 20 സൈക്കിളുകളിൽ, അതായത് വസ്തുനിഷ്ഠമായ അളവിൽ, അല്ലെങ്കിൽ സെക്കൻഡിൽ 10 സൈക്കിൾ പെർ സെക്കൻഡിൽ ആത്മനിഷ്ഠമായ അളവിൽ ആൽഫയിലോ ബീറ്റയിലോ നമ്മളുടെ ചിന്ത നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മസ്തിഷ്ക അർദ്ധഗോളമാണ് പരിഗണിക്കാതെ തന്നെ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ്റെ ഇത് നോക്കാതെ തന്നെ ശരീരം ഈ അടിസ്ഥാന ആവൃത്തിയുടെ സബ് ഹാർമോണിക്സ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ചെറിയ വിഭജനങ്ങൾ അടിസ്ഥാനത്തിൻ്റെ ഗുണിതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഗുണിത ആവർത്തികളിൽ നിന്ന് ഇൻഫ്രാറെഡ് പരിധിക്കുള്ളിൽ വരുന്നു. അതായത് പെട്ടെന്ന് തന്നെ നമ്മളൊരു പാരഡൈം ഷിഫ്റ്റായി ഇൻവിസിബിൾ വേൾഡിലേക്ക് മൂവ് ആകുന്നു എന്നുള്ളതാണ്. അതായത് 4th ഡയമെൻഷനിൽ നിന്നും 5th ഡയമെൻഷനിലേക്കും 5th ഡയമെൻഷനിൽ നിന്ന് 6th ഡയമെൻഷൻസിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. പാരഡൈം ഷിഫ്റ്റിംഗ് അവിടെ സംഭവിക്കുന്നു. അങ്ങനെയാണ് മിറക്കിൾ സംഭവിക്കുന്നത്. അവിടെ ദർ ഈസ് നോ ടൈം ആൻഡ് സ്പേസ്, അത് ആൽഫയാണ്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡിൻ്റെ ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ ഇൻഫ്രാറെഡ് റേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂൾ ബ്ലഡഡ് മാമൽസിൻ്റെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് സ്വീകരിക്കുന്നത്. നമ്മൾ ഹോട്ട് ബ്ലഡഡ് മാമൽസ് ആണ്, പക്ഷേ കൂൾ ബ്ലഡഡ് മാമൽസിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ ബോഡി കുറച്ച് നേരത്തേക്ക് ചേഞ്ച് ആവും. ആ സമയത്ത് ഈ ഇൻഫ്രാറെഡ് സ്വീകരിക്കുമ്പോൾ ഇൻഫ്രാറെഡ് നമ്മളുടെ മെറ്റാബോളിസം സുഗമമാകുന്നതിന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് സാധാരണ ഒരു ദിവസം 16 മൈക്രോൺ ഇൻഫ്രാറെഡ് വേണം, എന്നാലാണ് നമ്മളുടെ കോശകലകളെ അതിനകത്ത് വിഭജിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും മൃതകോശങ്ങളെ പുറന്തള്ളാനും പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മളുടെ ബോഡി സംജാതമാവുകയുള്ളൂ. അങ്ങനെ മെറ്റാബോളിസത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ്മിക് റേസാണ് ഇൻഫ്രാറെഡ് റേസ്. കൂൾ ബ്ലഡഡ് മാമൽസാണ് അത് കൂടുതലായിട്ട് സ്വാംശീകരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാറെഡിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാരഡൈം ഷിഫ്റ്റിങ് സംജാതമാക്കി എന്നുള്ളതാണ്. നമുക്കപ്പോൾ യൂണിവേഴ്സിൻ്റെ മറ്റ് മേഖലകളുമായിട്ട് ബന്ധപ്പെടാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴി തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആൽഫയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോസ്മിക് തരംഗങ്ങളെ സ്വാംശീകരിക്കാൻ കഴിയും. കോസ്മിക് തരംഗങ്ങളുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മിക് തരംഗങ്ങൾ ഫിസിക്കൽ ബോഡിയിലല്ലാതെ നമ്മളുടെ ഇൻവിസിബിൾ ബോഡി ആയിട്ടുള്ള ഓറയിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പ്രോസസ്സ് സംജാതമാക്കും. അതായത് എൻട്രോപ്പിയിലായി എന്നുള്ളതാണ് ഒരു മനുഷ്യൻ, അതാണ് രോഗം എന്ന് പറയുന്നത്, ഡിസോർഡർ. അതിനെ റിവേഴ്സ് എൻട്രോപ്പിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതായത് ഓർഡർ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ റിവേഴ്സ് എൻട്രോപ്പി മാറ്റർ ലെവൽ സംജാതമാക്കാൻ സാധിക്കുകയില്ല. അത് ഊർജത്തിൻ്റെ, അതായത് എനർജി ബോഡിയിൽ ഈ റിവേഴ്സ് എൻട്രോപ്പി സാധിക്കും. അങ്ങനെ എനർജി ബോഡിയിലാണ് തെർമോഡൈനാമിക്സ് പ്രോസസ്സ് സംജാതമാകുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ രോഗി
7.8 ഹെർട്സിലേക്ക് ഈ രോഗിയുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഡൗൺഫാളായി ഒരു രോഗം ദർ ഈസ് നോ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന ആൽഫ ലെവലിലേക്ക് രോഗി പോവുകയും ആ സമയത്താണ് രോഗം മാറിപ്പോകുന്നത് ശരീരത്തിൽ നിന്ന്. അങ്ങനെ ഇങ്ങനെ ഒരു പരിസ്ഥിതി നിർജീവവും സചേതനവുമായ വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യർ എപ്പോഴും സ്വയം രജിസ്റ്റർ ചെയ്യുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നു ബ്രെയിനിൽ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഉപബോധ മനസ്സിൽ ബോധപൂർവം പ്രവർത്തിച്ചുകൊണ്ട് ക്ലെയർവോയൻ്റായി പ്രവർത്തിക്കാൻ കഴിയും. കൂടാതെ സമീപത്തുള്ളതോ അകലെയുള്ളതോ ആയ ജീവജാല വസ്തുക്കളെക്കുറിച്ചും സമീപത്തുള്ള നിർജീവ വസ്തുക്കളെക്കുറിച്ചും വ്യത്യസ്ത വസ്തുക്കളെക്കുറിച്ചും പോലും അവർക്ക് ഇഷ്ടാനുസരണം വിവരങ്ങൾ രേഖപ്പെടുത്തുവാനും പഠിക്കുവാനും കഴിയും. അപ്പോൾ റെയ്ക്കിയിൽ ആൽഫ നില കൈവരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതിന് ചെയ്യേണ്ടത് നമ്മൾ കണ്ണടച്ച് ഒബ്സർവ് ചെയ്ത് തല മുതൽ പാദം വരെ അയച്ചിട്ടിട്ട് കൗണ്ട് ഡൗൺ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ 100 മുതൽ 1 വരെ 1 സെക്കൻഡ് ഇടവിട്ട് എണ്ണുക, അല്ലെങ്കിൽ 50 മുതലോ അല്ലെങ്കിൽ 3 to 1 എന്ന് എണ്ണുമ്പോൾ തന്നെ ഒരാൾ ആൽഫയിൽ എത്തിച്ചേരും. റെയ്ക്കി ഇൻവോക്ക് ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആൽഫ നില കൈവരിക്കപ്പെടും എന്നുള്ളതാണ്. ഇൻവോക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് റെയ്ക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ആ സമയത്ത് എനർജി യൂണിവേഴ്സിൽ നിന്ന് കോസ്മിക് തരംഗങ്ങൾ നമ്മളുടെ ക്രൗൺ ചക്രയിൽ വന്ന് ആജ്ഞയിൽ വന്ന് വിശുദ്ധിയിൽ വന്ന് അനാഹതത്തിൽ വന്ന് 2 കൈയിലേക്കും വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ആൽഫ സ്റ്റേജിലെത്തും. ഈ സമയത്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാസിങ് നടത്തി നോക്കേണ്ടത്. ശരിക്കും നമ്മളുടെ ശരീരത്തിലും പാസ് ചെയ്ത് നോക്കാം, വേറെ രോഗിയുടെ ശരീരത്തിലും നമുക്ക് ഈ പാസിങ് ഹാൻഡ് പാസിങ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ സസ്യങ്ങളിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇതിന് എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഹവായിയൻ ഗോത്രവർഗ സമൂഹം ഉപയോഗിച്ചിരുന്നത് ആൽഫയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മഹാമന്ത്രമായിരുന്നു ഹേലോവ കീലോവ മാനാഹോലോ സേഹേക്കി സോഹം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹീലോവ കീലോവ മാനാഹോലോ സേഹേക്കി സോഹം 9 ടൈംസ് സ്റ്റാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എനർജി കൊണ്ട് നമ്മളിങ്ങനെ നിറയും. നമ്മുടെ ഈ ഓറ ട്രാൻസ്പെറൻ്റ് ആവും, റേഡിയൻ്റ് ആവും, വൈബ്രൻ്റ് ആവും. നമുക്കൊരു ശരിക്കൊരു ഗ്ലോ എപ്പോഴും നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്കൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഗ്ലോ ഇങ്ങനെ നമ്മളെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാവുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ ഈ പറയുന്ന ഈ ഗ്ലോ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സംഗീതത്തിന് വളരെ ഇതുണ്ടാകും. ഈ ശക്തി ഇങ്ങനെ കൂടുതലായിട്ട് പ്രാണൻ യൂണിവേഴ്സൽ പ്രാണനുമായിട്ട് നമുക്ക് പ്രപഞ്ച ജീവശക്തിയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഇതായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ് നമ്മുടെ കുണ്ടലിനി ഉണരുന്ന ഇത് ലളിതാ സഹസ്രനാമത്തിൽ മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തുരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുദാസാരാഭിവർഷിണി തടില്ലാതാ സമരജി ഷട്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസന്ധുതനീയസി. ഇങ്ങനെ നമ്മൾ അത് ചാൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കുണ്ടലിനിയുടെ ആ വൈബ്രേഷൻ ഇങ്ങനെ അലയടിച്ചു വരികയും നമ്മൾ ഒരു അനദർ ഡയമെൻഷനിലേക്ക് നമുക്ക് മൂവ് ആവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കൈകൾ എപ്പോഴും ഒരു ഹീലിംഗ് ഹാൻഡായിട്ട് ഒരു ഹീലർക്ക് വന്നു ചേരാനുള്ള അവസരം ഉണ്ടാകും. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലേറ്റർ.